ഈശ്വമിശം സ്വീകരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആൾത്താറിൽ നടന്ന് 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ശരീരം മുഴുവൻ ചിരങ്ങ്, ചൊറി, ചുണങ്ങ് ഒക്കെ ത്വക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നവരെ വിശുദ്ധമായ രക്തത്തലങ്ങ് കഴുകണം ഈശോയെ. മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, മുടി കൊഴിയണവരുണ്ട് ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തവരുണ്ട്. എപ്പോഴും പ്രഷർ മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിന് മാറ്റമില്ല. ഷുഗർ അടിക്കടി കൂടുന്നവരുണ്ട്, തളർന്നു പോയവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ടൽ അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ വിട്ടുമാറാത്ത പനിയുള്ളവർ ആശ്രയിക്കണം. എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകം നീ സന്ധിക്കണമേ കർത്താവേ. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട്, പക്ഷെ കടവുണ്ട്. പണത്തിനേക്കാൾ ഉപരി കടവാണ്. അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പുരുഷന്മാരെ, അതുപോലെ തന്നെ സഹോദരികൾ, മക്കളില്ലാത്തവർ, കർത്താവ് എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി താമസിക്കാൻ പറ്റാത്തവർ, ഒരു കുടുംബത്തിൽ 3 പേരും കല്യാണം കഴിച്ചെങ്കിലും 3 പേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവർ, സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ, ആ വില കുടിക്കുമ്പോൾ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് ഇനി നമുക്ക് കയ്യിലുള്ള തുച്ഛമായ കാശിന് നാട്ടിൽ താമസിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്നവർ, എവിടെയെങ്കിലും പോയി തോട്ടുമട്ടൊക്കെ പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നവർ, ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന, അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ആ മേഖലകളിലെല്ലാം കർത്താവെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവവിളികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രസവിക്കുന്ന അമ്മമാരിൽ കർത്താവെ ദൈവവിളിക്ക് മക്കളെ വിശ്വാസത്തിലും ദൈവവിളിയിലും വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം കർത്താവെ സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യരവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്താവ് അവർക്കെല്ലാം ദിശാബോധവും കിട്ടി. കർത്താവ് സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ കർത്താവെ അങ്ങ് പരിപോഷിപ്പിക്കണം പ്രാർത്ഥിക്കും. തിന്മയുടെ ശക്തികൾ, സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും വേഗം ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹക്രമം ഉണ്ടാകാനും ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരുടെയും യാത്രകളെ പ്രാർത്ഥിക്കുന്നു. വിദേശ യാത്രയ്ക്ക് പോകുന്നവരുണ്ട്, ലീവിന് തിരിച്ചു വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവിടെ വരത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണങ്ങൾക്ക് ആവശ്യിക്കട്ടെ. വിവാഹ അടിയന്തരങ്ങൾ നോൻപ് കഴിഞ്ഞ് ക്രിസ്മസ് സീസണോടുകൂടി അടിയന്തരങ്ങളെല്ലാം തുടങ്ങുകയാണ് ഈശോയെ. അതുപോലെ ആ വിവാഹ അടിയന്തരം നടക്കുന്ന വീടുകൾ, ഭവനങ്ങൾ, അതിനേക്കാൾ ഉപരി ആൾത്താരെ കുദാശിക്കുന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും കുദാശ എന്ന ബന്ധത്തേക്ക് അടുക്കാൻ കർത്താവ് നീ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമ സമാധാനം ലഭിക്കട്ടെ. എൻ്റെ പൗരോഹിത്യത്തിന് 39-ാം വർഷത്തിൻ്റെ ആശീർവാദം അമ്മേ. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസന്റെ മേൽ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവെ ഈ ആടിനെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു.
എന്നെ പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിലെ അനേകം പുരോഹിതന്മാർ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് ഈശോയെ. അതുപോലെ അതിനകത്ത് വിവാഹിതരായ പുരുഷന്മാർ, വൈദികരുണ്ട് ഈശോയെ. അവരുടെ ജീവിത പങ്കാളികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആശീർവദിക്കണം ഈശോയെ. ഏകസ്ഥരായ ബ്രഹ്മചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് ഈശോയെ, അവരെയും നീ ആശീർവദിക്കണം. പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന പ്രായം ചെന്ന വൈദികരുണ്ട് ഈശോയെ, അവരെയും നീ ആശ്രയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കർത്താവ്. വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ. അതുകൊണ്ട് വൈദിക ദൈവവിളിയെ അങ്ങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബ സമാധാനം നിറയട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ, പ്രാർത്ഥന ഒരു ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് നാം പറയും. ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനം ആരാണെന്ന് അറിയാമോ? മോശയാണ്. ശരിക്കും പറഞ്ഞാൽ പുറപ്പാട് 33:11 മനോഹരമായൊരു വചനം എന്നെ സ്വാധീനത്തിലുള്ള, അതായത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഈശോയും പിതാവുമായിട്ട് സംസാരിക്കണ പോലെ തന്നെയുള്ള ഒരു സംസാരം ശരിക്കും ഈ മോശയോട് പിതാവായ ദൈവം സംസാരിച്ചിരുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയ ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടണം. ക്വാളിറ്റി ഒന്നുമില്ല, നല്ല വിശ്വാസം സ്നേഹം ഉണ്ടായാൽ മതി. ആർക്കും ദൈവത്തോട് സംസാരിക്കാം. നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആർക്കും ദൈവത്തോട് മോശയെപ്പോലെ സംസാരിക്കാം. മോശ ദൈവത്തോട് ദൈവം മോശയോട് സംസാരിച്ച പോലെ നമുക്ക് ദൈവം സംസാരിക്കാം. കഴിഞ്ഞ ദിവസം അമല തോമസ് ഒരു മോളുടെ സാക്ഷ്യം കേട്ടിയാണ്. അമല തോമസ് പരീക്ഷയ്ക്ക് ഭയങ്കര ബ്ലറാണ്. അവൾക്ക് രക്ഷപ്പെടാൻ ലക്ഷണമില്ല. അപ്പോൾ അവൾ ഈ പരീക്ഷ ഹോളിൽ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ ഈ സമയത്ത് ഈ പരീക്ഷ ഹോളിൻ്റെ പുറത്തല്ല നിൽക്കേണ്ടത്, നീ അകത്തോട്ട് കയറി വാ, അകത്താണ് നീ നിൽക്കേണ്ടത്, ഞാനിവിടെ ഒറ്റക്കാണ്. കാര്യം കുറേ നാൾ തോറ്റ് വിഷമിച്ച് തീർന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതമാണ്. ഒറ്റ പരീക്ഷ കൊണ്ട് അവൾ ജയിച്ച്. എന്നിട്ട് അതല്ല, അതിൻ്റെ അകത്തുള്ളൊരു സ്നേഹമുണ്ട്, അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ ആയ എന്നാൽ വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസ സ്നേഹമുള്ള ഒരു സംഭാഷണം.
ചിലർ പറയവേ അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതുപോലെ ഈ അമല തോസാണ് പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം. അപ്പോഴാണ് ആ സ്ഥലം മുഴുവനും സുഗന്ധാഭിഷേകം നിറയുന്നത്. ഇതൊക്കെ ഇന്നത്തെ മനുഷ്യരെ, ചെറുപ്പക്കാരുടെ അനുഭവങ്ങളാണ് ശരിക്കും. പുതിയ പുതിയ കാലം വരുമ്പോൾ ചെറുപ്പക്കാർ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പുതിയ പുതിയ അടയാളങ്ങൾ അനുഭവം കിട്ടും. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദൈവത്തെ സംഭാഷണങ്ങൾ സ്നേഹനിർഭരവും വിശ്വാസത്തിലെ സ്ഥിരത പ്രാപിച്ചുമായിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കാൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവാനുഭവം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാൻജിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാൻജിബിളാണ്, തൊടാൻ പറ്റും നമുക്ക്. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠന സബ്ജക്റ്റാക്കി മാറ്റി അത് അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1. അതാണ് അപ്പോസ്തലിക് സഭ, അപ്പോസ്തലിക് പാരമ്പര്യം. അതാണ് കൃപാസനം ഫോളോ ചെയ്യുന്നത്. എപ്പോഴും അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത്, അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിൽ അവർക്ക് അപ്പോസ്തലന്മാർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ട് അപ്പോസ്തല നടപടികളിലൊന്നും മരിയനെ പ്രതിഫലിക്കണില്ല. അതിൻ്റെ പോരായ്മ നമുക്ക് വരണത് ട്രഡീഷൻ ഒരു വെളിപാടാണ്. സഭയുടെ ആസ്പദങ്ങളിലെ ഒന്നാണ് കർത്താവിൻ്റെ വചനവും പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും. സഭയുടെ പാരമ്പര്യ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ്. സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക്, അപ്പോസ്തല കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവേദ്യമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത്. 2000 വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിലും സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ലിറ്റർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിലെ, ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും. ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത്. ഇപ്പം ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത്. എന്നെ വിട്ടപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ഇത് വെച്ചാണ്. എന്താണ്? വചനം നൽകിയത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ
ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. 8:13 ലൂക്ക 8:13 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ. ലൂക്ക 8:13 പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അതായത് വചനത്തിൽ വരുന്ന ഒരു വിഷയം, ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞു വരും. കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല. വർത്തമാനകാലം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് വന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം. പിടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ സാക്ഷ്യം പറയാൻ വരുന്നവരൊക്കെ എന്ത് ആഘോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും, അമ്മ എന്താ ചിരിക്കാത്തത്, അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും ചിലർ. പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. അതൊരു കോമൺ ഫെയ്ത്താണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പുണ്യാളൻ പ്രസാദിച്ചിട്ടുണ്ട്, പുണ്യാളൻ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും. പക്ഷെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവൻ്റെ വെളിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. സിമ്പിളാണത്. അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കുന്നത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. ആ മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം നടക്കും. അത് സിമ്പിളാണത്. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാകും, ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം. വെളിപാടുകൾ എല്ലാവരും IAS-കാരും എല്ലാവരും റോമിൽ പോയി പഠിച്ചവരും അല്ല. കാര്യം 99% സാധാരണ മനുഷ്യരാണ്. ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ്. അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് നിത്യം ആർജിച്ച കാര്യമില്ല. കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, അവർക്ക് അറിയത്തില്ല. അപ്പോഴെന്താ വിഷയമെന്ന് പറയുന്നത്, ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? ഇപ്പം എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല, തമ്പായിച്ച വന്നെന്ന് പറയും. അപ്പോൾ അതാരുടെ ഭാഷയാണ്? കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും. അമ്പായി അല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേർ അറിയത്തില്ലല്ലോ അവർക്ക്. പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരുസ്വരൂപം കാണുമ്പോൾ അമ്പായി ഈശോ എന്ന് പറയും. അപ്പോൾ അമ്പോ എന്നൊക്കെ വിളിപ്പിക്കും. അമ്പോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അത് ആ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ? എന്ത് രസകരമായിട്ട് ഇറങ്ങി വന്ന്. അല്ല ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുക? മനസ്സിലാകത്തില്ല. ദൈവപുത്രൻ എന്നാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അമ്പായി ഈശോ. അത് വളരെ സിമ്പിളാണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത്. പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം. ആരായാലും ശരി, സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ
അത് അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ അണമുറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം എന്താണ്? അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റു പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. The word of God സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം ഓരോന്നും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ.